അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് സഹീർ, തിരൂരാണ് സ്വദേശം. ചോദിക്കാനുള്ളത്, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിൽ നമുക്കറിയാം, സ്ത്രീയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണല്ലോ സ്ത്രീയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് പർദ്ദ എന്നത്. ശരിക്ക് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കും ഒരു തടസ്സമല്ല ഇതൊരു പഴഞ്ചൻ രീതിയല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. അസ്സലാമു അലൈക്കും. ചോദിച്ച ചോദ്യം പർദ്ദ സംവിധാനത്തെക്കുറിച്ച് ആണ്. സ്ത്രീയുടെ വസ്ത്രധാരണം അത് ആധുനികവും ആരോഗ്യപരവുമായ മാർഗം ഏതാണ്? ഇസ്ലാം നിശ്ചയിക്കുന്നതാണോ സമൂഹം കൽപ്പിച്ചു നൽകുന്നതാണോ? ഇതാണ് ചോദ്യത്തിൻ്റെ മർമ്മഭാഗം. ആധുനിക സമൂഹത്തിൽ ഏറെ വിവാദങ്ങളുള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന അവകാശവും അവരുടെ ബാധ്യതയുമൊക്കെ. ഇവിടെ സ്ത്രീയുടെ വസ്ത്രധാരണം അത് ഒരു ഡ്രസ് കോഡ്, ഇന്നതേ ധരിക്കാവൂ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീ ധരിക്കുന്ന വസ്ത്രം ഏതു പ്രകാരമായിരിക്കണം എന്ന് വിശദീകരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. എന്തിനാണ് എന്ന് ഖുർആൻ അതിൻ്റെ ന്യായം പറഞ്ഞിട്ടുണ്ട്. ദാലിക അദ്ന അൻ യുഅറഫ്ന വലാ യുദൈന. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ ഒരു സ്ത്രീ മറക്കുക എന്നതാണ് സ്ത്രീയോട് വസ്ത്രം എന്ന നിലയ്ക്ക് ഖുർആൻ ആവശ്യപ്പെടുന്ന രീതി. അത് അവർ സ്വീകരിക്കണം എന്ന് പറയുന്നത് എന്തിന്? ദാലിക അദ്ന അൻ യുഅറഫ്ന, അവർ ഭംഗിയായി തിരിച്ചറിയാനാണ്. വലാ യുദൈന, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനുമാണ്. സ്ത്രീ പീഡനത്തിന് അറുതി വരുത്താനും സ്ത്രീയെ സമൂഹത്തിൽ അംഗീകാരവും അഡ്രസ്സുമുള്ളവരാക്കി മാറ്റാനുമാണ് ഈ വസ്ത്രധാരണ രീതി അവർക്ക് നൽകുന്നത് എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ നിങ്ങൾ പരിശോധിക്കുക. ലോകത്ത് വസ്ത്രം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ഒരു മതനിർദ്ദേശം എന്ന നിലയ്ക്ക് നിർദ്ദേശിക്കുന്ന ഒരു മതവും ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇന്ന വസ്ത്രമേ സ്വീകരിക്കാവൂ എന്ന് നിർബന്ധമായി കൽപ്പിക്കുന്ന മതാശയങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ സാമൂഹികമായ പാരമ്പര്യത്തിന്റെ പേരിൽ ചില മതവിശ്വാസികൾ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലോ കർമ്മരംഗങ്ങളിലോ ഒക്കെ പലതരത്തിലുള്ള വസ്ത്രങ്ങളും സ്വീകരിക്കാറുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, ക്രൈസ്തവ സഹോദരിമാരായ ആളുകൾ 100% മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ മറക്കാറുണ്ട്. അങ്ങനെ മറക്കുന്ന ആളുകൾ ക്രൈസ്തവ സമൂഹത്തിലെ ഭക്തിയുടെയും സൂക്ഷ്മതയുടെയും കർത്താവിന് അംഗീകാരമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലവരാണ് എന്ന് പരിഗണിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ചു ബാക്കി ഭാഗങ്ങൾ ഏറെക്കുറെയൊക്കെ മറക്കുന്ന ആളുകൾ ക്രൈസ്തവ മതത്തിലെ അംഗീകരിക്കുന്ന വനിതകളാണ് എന്നതാണ് മതപരമായി അവരുടെ വിശ്വാസവും ധാരണയും. തർക്കമില്ല അതിന്. ഹൈന്ദവ സംസ്കാരമോ അല്ലെങ്കിൽ ഹൈന്ദവ ദർശനമോ അനുസരിച്ച് പരിശോധിച്ചാൽ ഏതാണ്ട് ഇപ്രകാരമുള്ള വസ്ത്രം സ്വീകരിക്കുന്ന ആളുകളെക്കുറിച്ചും അവർ മോശക്കാരാണ് എന്നോ ഇളിഭ്യരാണ് എന്നോ ആഭാസ വസ്ത്രം ധരിക്കുന്നവരാണ് എന്നോ കാഴ്ചപ്പാട് ഇല്ല. ആധുനിക സമൂഹത്തിൽ നഗ്നയായോ അർദ്ധനഗ്നയായോ ഒരു സ്ത്രീ പുറത്തിറങ്ങുന്നതിനെ പവിത്രമായും മാന്യമായും ആധുനിക സമൂഹം പരിഗണിക്കുന്നുമില്ല. വിദേശ രാജ്യങ്ങളിലോ വികസിത രാജ്യങ്ങളിലോ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നത് ശരീരത്തിന്റെ നിമ്നോന്നതികൾ പ്രകടമാകാത്ത തരത്തിലാണ് എങ്കിൽ അത് പവിത്രമായി പരിഗണിക്കുന്നു. ലോക സംഘടനകളിൽ, അന്താരാഷ്ട്ര വേദികളിൽ ഒരു സ്ത്രീ വരേണ്ടത് ഏതു പ്രകാരമാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളില്ല. എന്നാൽ
നഗ്നയായോ അർദ്ധനഗ്നയായോ, പൂർണ്ണ നഗ്ന എന്നതല്ല, ശരീരത്തിന്റെ നിമ്നോന്നതികളെ പ്രകടമാക്കുമാറ് അർദ്ധനഗ്നയായി ഒരു സ്ത്രീ ലോക ദേശീയ അന്തർദേശീയ വേദികളിൽ പ്രത്യക്ഷമാകുന്നതിനെ സമൂഹവും രാജ്യവും എത്രമേൽ അറപ്പോടെയാണ് പരിഗണിക്കുക എന്നത് നമുക്ക് വിശദീകരിക്കാൻ കഴിയും, നമുക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. ശരീരത്തിന്റെ ഭാഗങ്ങളെ ഏതാണ്ടൊക്കെയും മറച്ച് വരുന്ന ഒരു സ്ത്രീയെയാണ്, ഒരു വനിതയെയാണ് ആധുനിക സമൂഹം പവിത്രതയോടെ പരിഗണിക്കാറുള്ളത്. ഇന്ത്യൻ സാഹചര്യം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്ത ദേശീയ മേഖലയിൽ സജീവ സാന്നിധ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തികളെ, കഴിഞ്ഞുപോയതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ വ്യക്തിത്വങ്ങളെ പരിശോധനാ വിധേയമാക്കിയാലും കാണാൻ സാധിക്കുന്നത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ ഏറെക്കുറെയൊക്കെ മറച്ച് രംഗത്ത് വന്നവരായിരുന്നു, രംഗത്ത് വരുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവ പൊതുസമൂഹത്തിലോ മതസമൂഹത്തിലോ ആധുനിക സമൂഹത്തിലെ ശരിയായ ദിശ അംഗീകരിക്കുന്നവരോ ഇസ്ലാം നിശ്ചയിക്കുന്ന വസ്ത്രത്തിന്റെ 100% അംഗീകരിച്ചിട്ടില്ലെങ്കിലും ശരി, ഒരു 90-90% ഭാഗങ്ങൾ അംഗീകരിക്കുന്നതിനെ പവിത്രമായി മാന്യമായി പരിഗണിക്കുന്ന അവസ്ഥയാണുള്ളത്. 2, ആരാണ് ഒരു സ്ത്രീ നഗ്നയാകണം, അർദ്ധനഗ്നയാകണം, ശരീരത്തിന്റെ നിമ്നോന്നതികൾ പ്രകടമാക്കണം എന്ന് പഠിപ്പിച്ചത്? ആർക്കാണ് അങ്ങനെ അഭിപ്രായമുള്ളത്? ആരാണ് ഒരു സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പാസാക്കുന്നത്? പ്രധാനമായും പുരുഷലോഭിയാണ്. പുരുഷന്റെ കാമാർത്ഥിയാണ് ഒരു സ്ത്രീയുടെ വസ്ത്രം ആധുനികമോ മാന്യമോ എന്ന് നിശ്ചയിക്കുന്നതിൽ അവൻ കൽപ്പന പുറപ്പെടുവിപ്പിക്കുന്നത്. 2, മനുഷ്യരെ 100% സന്മാർഗത്തിലേക്ക് നയിക്കാത്ത മാധ്യമലോഭിയാണ് ഈ രംഗത്ത് പ്രകടിപ്പിക്കുന്നത്. 3, ഫാഷൻ ഭ്രമത്തിന്റെ പേരിൽ പൊതുസമൂഹവും മാന്യസമൂഹവും അംഗീകരിക്കാത്ത വസ്ത്രാക്ഷേപം പ്രകടിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ആളുകളുമാണ് സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ പ്രകടമാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആനിന്റെയോ ഇസ്ലാമിന്റെയോ അഭിപ്രായം എന്ന നിലക്ക് പരിഗണിക്കാതെ തന്നെ വിശുദ്ധ ഖുർആൻ മുന്നിൽ വെക്കുന്ന ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ആധുനിക സമൂഹവും ഇസ്ലാമികേതര മതസമൂഹവും പവിത്രമായി പരിഗണിക്കുന്ന അവസ്ഥയാണ് വർത്തമാന കാലത്ത് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിശ്ചയിക്കുന്ന ഈ ഭാഗം ഒരു സ്ത്രീക്ക് മാന്യതയും മഹത്വവുമാണ് നൽകുന്നത്. സുപ്രീം കോടതി അലഹബാദിൽ സംഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ പീഡനത്തിന്റെ ചർച്ചാവേളയിൽ 1987 പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒന്ന്, സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി അവരെ അപായപ്പെടുത്തുന്നതിന് കാരണമാകുന്നുണ്ട് എന്നതാണ്. പുരുഷനെ വശീകരിക്കുന്നതോ പുരുഷന്റെ വികാരത്തിന് വർധനവ് നൽകുന്നതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് ഒരു സ്ത്രീ പുറത്തിറങ്ങുകയും അതുവഴി അവർ അപകടപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അപകടം കുറക്കാനുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കാൻ സ്ത്രീ സമൂഹം സജ്ജരാകണം എന്ന് തീർച്ചയായും ഈ ഭാഗം നമുക്ക് ഈ സുപ്രീം കോടതി വിധിയിൽ കാണാൻ കഴിയും. സുപ്രീം കോടതിയുടെ പ്രസ്തുത വിധിയെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് പ്രസിദ്ധം ചെയ്തിട്ടുള്ളതും പിൻകാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമായ വനിതാ പ്രസിദ്ധീകരണങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആസൂത്രിതമായ ചർച്ചകളും വന്നിട്ടുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇസ്ലാം അത് നിശ്ചയിക്കുക വഴി അത് അനാരോഗ്യകരമാവുകയോ അല്ലെങ്കിൽ ആധുനികമല്ലാതായി തീരുകയോ ചെയ്യുന്നില്ല. ഒരു സ്ത്രീക്ക് മറക്കുടയായും സംരക്ഷണമായും വ്യക്തിത്വം പ്രകടമാക്കുന്നതായിട്ടും തീർച്ചയായും ഈ വസ്ത്രധാരണത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പർദ്ദ എന്ന് പറഞ്ഞുകൊണ്ട് കറുപ്പ് കളറിലോ അതല്ലാത്ത നിറത്തിലോ പൂർണ്ണമായും ശരീരത്തെ ആവരണം ചെയ്യുമാറ് സ്വീകരിക്കുന്ന ഒരു വസ്ത്രമേ ഒരു സ്ത്രീ സ്വീകരിക്കാവൂ എന്നത് ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ശരീരത്തിന്റെ നിമ്നോന്നതികളെ, ആകാര ഭംഗിയെ പ്രകടമാക്കുന്നതോ ശരീരങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുന്നതോ ശരീരത്തെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ശരീരഭാഗങ്ങളെ കാണാൻ സാധിക്കുമാറ് നൈർമല്യതയുള്ളതോ ആയ വസ്ത്രങ്ങൾ അല്ലാത്ത ഇതര മതവിശ്വാസികളുടെ മത ആചാരപ്രകാരമുള്ള വസ്ത്രം അല്ലാത്ത മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കുന്ന വസ്ത്രം സ്വീകരിക്കണം എന്നേ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളൂ എന്നതാണ് ഈ രംഗത്തുള്ളത്. പർദ്ദ സംവിധാനം എന്ന് പറയുന്ന വസ്ത്രം മാത്രമാണ്
ഇസ്ലാമികം അല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രം, ഇസ്ലാമിന്റെ ഡ്രസ്സ് എന്ന അഭിപ്രായം മതം അംഗീകരിക്കുന്നില്ല. മറിച്ച് ഇന്ന രീതിയായിരിക്കണം വസ്ത്രത്തിനുണ്ടാകേണ്ടത് എന്നതാണ് നിശ്ചയം. അത് ആധുനിക സമൂഹത്തിലെ പൊതുസമൂഹവും കൃത്യമായി അംഗീകരിക്കുന്നു.